ക്രിസ്തുലോൺ കണ്ണിന് പവർ കൂട്ടുന്ന, കണ്ണിനെ ഇങ്ങനെ വിശദീകരിക്കുന്ന കുറച്ച് വചനങ്ങൾ പറയുക. ഈ വചനങ്ങൾ ഇങ്ങനെ എഴുതിയെടുത്ത് പഠിക്കണം. അത് പഠിക്കുന്നതോറും നമ്മുടെ കണ്ണുകൾ കൂടുതൽ കൂടുതൽ വിശദീകരിക്കണം. ഈശോയുടെ കണ്ണ് പോലെ ആക്കാൻ വേണ്ടി നമുക്ക് ഈ വചനങ്ങൾ യൂസ് ചെയ്ത് പ്രാർത്ഥിക്കാം. മത്തായി 6:22 കണ്ണാണ് ശരീരത്തിന് വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നമ്മുടെ കണ്ണിങ്ങനെ വിളക്കാണ്, ശരീരത്തിന് വിളക്കാണ്. നല്ല കാര്യങ്ങൾ കാണുന്നതനുസരിച്ച് എൻ്റെ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. മത്തായി 18:9 നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. ഇരു കണ്ണുകളുമായി നരകാഗ്നി എറിയപ്പെടുന്നേക്കാൾ നല്ലത് ഒരു കണ്ണുമായി സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. എൻ്റെ കണ്ണിനെ ഒരു ദുഷ്പ്രേരണ ഞാനിങ്ങനെ വരുവാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് ഓടി മാറുക. ഇരു കണ്ണുകളുമായിട്ട് നരകാഗ്നി എറിയപ്പെടുന്നേക്കാൾ നല്ലത് ഒരു കണ്ണുമായിട്ട് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. യേശയ്യാ 33:15 തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും. തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും. തിന്മ വരുമ്പോൾ ഓടി മാറുക. ഉന്നതങ്ങളിൽ നമ്മൾ വസിക്കും. യേശയ്യാ 33:15 വെച്ച് കണ്ണിനെ വിശദീകരിച്ച് പ്രലോഭനങ്ങളിൽ നിന്ന് ഓടി മാറുക. ജോബ് 31:1 ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. എൻ്റെ കണ്ണുകളുമായി ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ഉണ്ടെന്ന് ഓർക്കുക. മത്തായി 5:28 ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ആസക്തിയോടെ നോക്കിയാൽ ഞാൻ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. ഈ വചനം വെച്ച് കണ്ണിൻ്റെ വിശുദ്ധീകരണത്തിന് പ്രാർത്ഥിക്കുക. സുഭാഷിതം 6:17 കർത്താവ് വെറുക്കുന്ന 7 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഗർവ് കലർന്ന കണ്ണ്. എൻ്റെ കണ്ണിൽ ഗർവുണ്ടോ, അഹങ്കാരമുണ്ടോ? കർത്താവ് വെറുക്കുന്നു കണ്ണിലെ അഹങ്കാരത്തെ. ഈ ഒരു വചനം വെച്ച് വിശദീകരിച്ച് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 14:9 അത്യാഗ്രഹിയുടെ കണ്ണ് തൻ്റെ ഓഹരി കിട്ടുന്നത് വരെ ഓഹരി കിട്ടുന്നവരെ തൃപ്തിപ്പെടുകയില്ല. അത്യാഗ്രഹിയുടെ കണ്ണിങ്ങനെ ദുഷിച്ചതാണ്, അതിങ്ങനെ തൻ്റെ ഓഹരി കിട്ടുന്നത് വരെ തൃപ്തിപ്പെടുകയില്ല. പ്രഭാഷകൻ 14:9 പറയണം. സുഭാഷിതം 15:30 തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. എൻ്റെ കണ്ണിങ്ങനെ വിശദീകരിച്ച് വെച്ചേക്കുന്നതാണെങ്കിൽ, എൻ്റെ കണ്ണ് തിളങ്ങുന്ന കണ്ണാണെങ്കിൽ അതിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ, സന്തോഷത്തിന് വേണ്ടിയാണല്ലോ. എൻ്റെ കണ്ണ് തിളങ്ങിയാൽ മതി. എൻ്റെ കണ്ണ് തിളങ്ങിയിരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. ഈ വചനങ്ങൾ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് വായിച്ച് നമുക്ക് നമ്മുടെ കണ്ണിനെ വിശുദ്ധമാക്കാം, കണ്ണിനെ പവറാക്കി മാറ്റാം. ഈ കണ്ണ് ഈശോയുടെ കണ്ണായിട്ട് മാറട്ടെ. നോക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ. നമ്മുടെ കണ്ണ് വെച്ച് നോക്കി ആൾക്കാർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ. കണ്ണിന് പവർ കൂടട്ടെ. ആമേൻ.